എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. 8 മണിക്കാണ് ഇപ്പം 7:30 7:45 ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പല്ലേച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ, അതായത് നമ്മുടെ വീട് ചാത്തന്നൂർ വെള്ളടിക്കുന്നതാണ് വിൻഷാട്ടിൻ്റെ വീട്. അപ്പോൾ അവിടുത്തെ പൂരാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അത്രയ്ക്ക് തന്നെയുള്ളൂ, അത്രയ്ക്കും ഇല്ല. അപ്പോൾ നമ്മുടെ അവിടുത്തെ പൂരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത് വരിക. അപ്പം ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിലിടാം. ഇന്നലെ നമ്മൾ പൂരത്തലേന്ന് അമ്പലത്തിലെ കുറേ പരിപാടി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ കഴിയാറാവുമ്പോഴാണ് പോയത്. കാരണം പട്ടാമ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 10 മണി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയത്. അപ്പോൾ 10:30 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ ഏകദേശം അമ്പലത്തിലെ 2-3 ഡാൻസൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വിൻഷാൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ എല്ലാവരും കൂടിയിട്ട് എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് തോന്നുന്നു. അവിടെ എല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ വെച്ച് ഒന്ന് ഇതാവാറുണ്ട്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവിടേക്ക് പോട്ടെ ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ 3 മണിയാകുമ്പോഴാട്ടെ തിരിച്ച് വന്നത്. ഇവിടെ എത്തിയത് 3 മണിക്കാട്ടെ, പുലർച്ചെ 3 മണിക്ക്. വന്ന പാടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇത് എപ്പം എനിറ്റു. അപ്പം ഇനി ഫുഡ് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല, ഫുഡൊക്കെ വരുത്തിച്ചേക്കാണ്. വിൻഷാട്ടിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് ആദർശം അച്ഛനൊക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ. അമ്മ ആരും വരാൻ ചാൻസ് ഇല്ല. കാരണം ആര്യക്ക് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടിലോ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവളോട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അമ്മ വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് ഇന്ന് വിൻഷാൻ്റെ ഫ്രണ്ട്സായിട്ട് കേട്ടോ. ഓഫീസിലും അവിടത്തേക്കായിട്ട് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. രാവിലത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ വേഗം അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ മുറ്റടിക്കണം. ഇന്നലേക്ക് മുറ്റൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ മുറ്റടിക്കണം, അകടിക്കണം, തുടയ്ക്കണം, കുളിക്കണം, പോകണം. ചായക്ക് വെക്കുക വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാനിൽ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പണിയിലേക്ക് ഞാൻ കിടക്കണമെങ്കിൽ ഒരു ഇൻട്രോ എടുത്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ എനിക്ക് ഫോണ് ചാർജ് ചെയ്യാൻ വെക്കണം. ഫോണ് ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. മുറ്റം കിടക്കുന്ന കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ. ഇതൊക്കെ ഇന്നലത്തെ അവിടെ പൂരപ്പറമ്പിലെ കളിയിൽ തലേന്നൊക്കെ ഞങ്ങളുടെ ചാടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ, ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. ഇനി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കണമെങ്കിൽ ഞാൻ ഷടപടി വെച്ചിട്ട് അടിക്കട്ടെ കേട്ടോ. പിന്നെ ഇവിടെയും നമ്മൾ സോഫയ്ക്ക് കവർ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിരിക്കണം, ഇവിടെ ഒന്ന് അടിച്ച് തുടയ്ക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാവേ. അപ്പം ഗൈസ് ഞങ്ങൾ പോവുകയാണ് അമ്പലത്തേക്ക് കേട്ടോ. 10 മണി വളരെ വന്ന അമ്പലത്തേക്ക് 10 മണിയായിട്ടോ. 10 മണിക്ക് ഞങ്ങൾ പോണത് ആ ബൈക്കില്. പിന്നെ പാറും ഇവരൊക്കെ അതേ വന്ന് ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ അത് ഉണങ്ങിയിട്ടില്ല, കുളി കഴിഞ്ഞിട്ടുള്ളൂ. നന്നായി ഒട്ടിയിട്ടിരിക്കുന്നത്. ഏത് പാറു ചേച്ചി ഇവിടെ ഞാങ്ങാട്ടിലെത്തിയെന്ന്. അപ്പം ഞങ്ങൾ പോയിട്ട് കാണാം കേട്ടോ. ഒറ്റ വീഡിയോസ് എനിക്ക് കറക്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം ആകെ വെപ്രാളടിച്ചു, നേരം വൈകിയല്ലോ. 10 മണിക്കാണ് അമ്പലത്തേക്ക് പോലും പോണത്. അതടച്ചാൽ മതി, മറ്റേത് പൂട്ടിയുണ്ട് ഞാൻ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പണികളൊക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാട്ടോ ഞാൻ മിറ്റടിക്കാനും അകടിക്കാനും തുടയ്ക്കാനും ഒക്കെ നിന്നത്. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്കിന്ന് വ്ളോഗ്, നമുക്കത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗ് ഒന്നും എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചാർജിൻ്റെ പ്രശ്നം വരും. പിന്നെ വിൻഷാട്ടിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വരണതല്ല. അപ്പോൾ എല്ലാവർക്കും ചാർജ് ചെയ്യാനും ആവശ്യങ്ങളൊക്കെ വരണോണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഫുൾ ചാർജ് ആക്കി വെച്ചു കേട്ടോ. അതാട്ടോ ഞാൻ മുന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെള്ളടിംകുന്ന് അമ്പലം. ഇവിടെ മുല്ലക്കൽ അമ്പലം എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്, അവിടെയായിരുന്നു വിൻഷാട്ടിൻ്റെ വീട്. വിൻഷാട്ടിൻ്റെ തറവാട് അവിടെയായിരുന്നു. പിന്നെ വിൻഷാട്ടൻ 10ലും കണ്ടോ പഠിക്കുമ്പോഴായിരുന്നു അവിടെയൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ അപ്പുറത്ത് പാടത്ത് വീട് വെച്ചത് ഇവർ. അപ്പോൾ വിൻഷാട്ടിൻ്റെ ചെറുപ്പം തൊട്ടേ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു അമ്പലം കൂടിയാണ്. ഇതേ കണ്ട ഒരു ബിൽഡിംഗ് കണ്ടോ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത്, അവിടെയായിരുന്നു വിൻഷാട്ടിൻ്റെ വീട് ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു വഴിപാടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇത് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി. തേജപ്പിന് ഭയങ്കര മടിയായിട്ട് ഉള്ളിൽ കയറി ഡ്രസ്സ് ഊരാനൊക്കെ. ആദ്യമൊക്കെ ദൂരിയിട്ട് അമ്പലത്തിൽ കയറ്റി കരയായിട്ട് ചെയ്യാറ്. ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഊരുമ്പോൾ മോന്ത അങ്ങനെ മാറ്റി പിടിക്കുന്നുള്ളൂ, ദേഷ്യം പിടിച്ച മുഖം പിടിക്കുന്നുള്ളൂ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറിയൊക്കെ തൊട്ടു. അമ്പലത്തിൽ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുറിയൊക്കെ തൊട്ടു. ഇനി ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാൻ നോക്കുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, പാറു നമ്മൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പാറു വീട്ടിലേക്ക്. പാറുവിനോട് ഞാൻ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവേട്ടൻ രാവിലെ തന്നെ അവളെ വീട്ടിലേക്ക് ആക്കി എന്നിട്ട് ആൾ ജോലിക്ക് പോട്ടെ ചെയ്തത്. അപ്പോൾ അവളവിടെ പോസ്റ്റ് ആവുമല്ലോ, നമ്മൾ വേഗം ചെല്ലണ്ടേ. അപ്പോൾ ഞങ്ങൾ അവളവിടെ ഇരിക്കുക, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്
പോയിട്ട് അവര്. അപ്പോൾ വിൻഷേട്ട ഏതോ ഫ്രണ്ട്സിന് ഇവരേനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നുണ്ട്. കുറേ പേര് നമ്മുടെ വ്ളോഗ് കണ്ടിട്ടാട്ടോ നമ്മൾ വീട് വെച്ച് മാറി എന്നുള്ളൊരു കാര്യം പോലും അറിയണത്. കുറേ പേര് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വെള്ളടിങ്ങുന്നൊക്കെ ഉണ്ട്, അതാണ് വിചാരം. അപ്പോൾ അത് വിൻഷേട്ടൻ്റെ അച്ഛൻ വന്നിട്ട് തേജുനോട് എന്തെങ്കിലും വേണോടാന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരം അച്ഛയുടെ വർത്താനം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, വിൻഷേട്ടൻ്റെ ഫ്രണ്ട്സ് വരും, വേഗം പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോവാ കേട്ടോ. പാറുവിനോടാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് അകത്ത് കയറിയിരുന്നോ, ചാവി ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല നിങ്ങൾ വന്നിട്ട് കയറാന്ന് പറഞ്ഞിട്ട് കുട്ടി ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വിൻഷേട്ടും അതെ നമ്മൾ വേഗം പോയി. പിന്നെ നമ്മൾ ചായക്കുള്ളത് വാങ്ങാട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ ചെന്നിട്ട് വെക്കാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് വിൻഷേട്ടൻ എന്നെ അവിടെ ഇറക്കി തന്നു. എന്നിട്ട് ഞാനും പാറും വേഗം അതിലൊക്കെ തുറന്നിട്ട് ഉള്ളിൽ കയറിയിട്ടാ വിൻഷേട്ടൻ നേരെ ഇത് വാങ്ങാൻ പോയി. എന്താ പറയുക, നമുക്ക് ചായക്ക് എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ അത് വാങ്ങാൻ പോയി. അപ്പോൾ അവള് ചപ്പാത്തിയും ഇതൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ടിട്ടിരുന്നിട്ട്. അപ്പോൾ അങ്ങനെ വിൻഷേട്ടൻ വാങ്ങാൻ പോയി. ഇപ്പോൾ ഇതാട്ടോ നമ്മുടെ സോഫയുടെ കവർ ഉണ്ടായിരുന്നത്. സോഫ കവർ നമ്മൾ സോഫ വാങ്ങി അവിടെ നിന്നാണ്, വിൻഷേട്ടൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ, പ്രീതി ചേച്ചിയുടെ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ സോഫ കവറും കൂടി ഒന്ന് എനിക്ക് കൊടുന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വീട്ടിൽ വെച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ പട്ടാമ്പി പോയിട്ട് വരുമ്പോൾ അത് വാങ്ങിക്കൊടുന്നു. ഇനി ഇത് കട്ട് ചെയ്യണോ, ഫുള്ളായിട്ട് ഇങ്ങനെ പീസ് തരിക ചെയ്തത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വിരിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓരോന്ന് കട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു സെക്ഷനിലേക്ക് ഇങ്ങനെ ഒറ്റ പീസാക്കിയിട്ട് മുറിച്ചു, ഇപ്പുറത്തെ സെക്ഷനിലേക്ക് ഒരു പീസാക്കിയിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഒറ്റയടിക്ക് വിരിക്കുകയാട്ടോ ചെയ്തത്. അപ്പോൾ എന്തോ ഒരു കണക്ക് തെറ്റിയുണ്ട് തോന്നുന്നു. നമുക്കിത് അവിടേക്ക് മാത്രം ഒരു ഒറ്റ പീസ് കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കൈയിൻ്റെ അവിടേക്ക് ഇടാനും ഞാൻ 2 പീസ് എക്സ്ട്രാ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വരുമ്പോൾ ആള് കൊടുത്ത് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും ആദർശും കൂടി വന്നു കേട്ടോ. അവർ 2 പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ എന്തോ കായക്കോലിയും വെളിച്ചെണ്ണയും പിന്നെ ഇതേ ബക്കറ്റേക്ക് അരിയൊക്കെ ഇട്ട് വെക്കാൻ 2-3 ബക്കറ്റൊക്കെ അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആദർശമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അവൻ്റെ അല്ലേ കാറുള്ളത്. അപ്പോൾ അവൻ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരിക ചെയ്യാറ്. പിന്നെ ഇത് കറ്റാർവാഴയുടെ ഒരു വലിയൊരു ഇതന്നെക്ക് കൊടുത്തതുണ്ട് ഇട്ടത് അമ്മ. അപ്പോൾ അതും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നട്ടിട്ട് ഓരോ പോട്ടിലാക്കണം. അപ്പം അമ്മ വിളിച്ച് പറയുന്നുണ്ട് പോട്ടിലാക്കി വെക്കണ്ട, മുറ്റത്ത് തന്നെ അങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പതുക്കെ ചെയ്യണം. എന്തൊക്കെയോ കുറച്ച് ചെടികളും കൊടുത്തയച്ചിട്ട് അവൻ്റെ അങ്ങനെ അവരും വന്നിട്ടുണ്ട്. പിന്നെ പതുക്കെ അതേ ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ കയറ്റി വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതിലിപ്പോൾ അരി ഇപ്പം തന്നെ കൈയോടെ ആക്കാനുള്ള പ്ലാനിലില്ല, കാരണം ഇതൊക്കെ പുളി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇത് ഒതുക്കാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ അവിടെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഇതേ രാകേഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെന്തൊക്കെയോ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്, വിൻഷേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നാട്ടാ. ഇതാ ഞാനും പാറും കൂടി ചായ കുടിക്കാൻ വെച്ചിട്ടിരിക്കുകയാണേ. അപ്പോൾ അച്ഛനും ആദർശനും വേണ്ട പറഞ്ഞവർ കഴിച്ചിട്ടാണ് വന്നത്. ഉച്ചയ്ക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഇരുന്നു. അപ്പോൾ ഞാനും പാറും കൂടിയിട്ട് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ ചപ്പാത്തി, വെള്ളയപ്പും കടലക്കറിയും പിന്നെ നമ്മുടെ ചപ്പാത്തിക്കുള്ള വേറൊരു കറി, മസാലക്കറി പോലത്തെ ഒരു കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ ആയിട്ട് ഞാൻ വെച്ചത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസും ഒക്കെ സെപ്പറേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈസും പിന്നെ ചിക്കനും പിന്നെ കച്ചമ്പർ, അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സംഭവം നല്ല ചൂടുണ്ടായിരുന്നു. പാത്രം ആദർശം അത് വാങ്ങുകയും ചെയ്തു. നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ടാ. ഓടിയിട്ട് കൊണ്ട് അവിടെ കയറ്റി വെക്കുകയാണ് ചെയ്തത്. നല്ല ചൂടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൊടുന്നിട്ട് ഇവിടെ കയറ്റി വെച്ചു കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ ഒന്നും നമ്മൾക്ക് വെക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ വെച്ചു. പിന്നെ വിൻഷേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഇത് പട്ടാമ്പിയിലെ ബജാജിലെ ഓഫീസിലെ ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ. നമുക്ക് വരെ അടുത്ത് അതല്ലേ. പിന്നെ പാലക്കാട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് 1-2 പേരൊക്കെ വന്നുള്ളൂ തോന്നുന്നു. കാരണം ലോങ് ആണ്. അപ്പോൾ അവർക്ക് പോക്കുവരവ് ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ഡേ ആണ് ഓൾറെഡി. അങ്ങനെ ഞാനും നമ്മുടെ പാറും കൂടിയിട്ട് എൻ്റെ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ ഷേപ്പാക്കി ഇരുന്നതായിരുന്നു. പക്ഷെ അത് സ്റ്റോൺ വർക്ക് ഉള്ള കാരണം എൻ്റെ 2-3 വട്ടം സൂചി പൊട്ടി വിഷയം ആകെ പണി തന്നു നോക്കി. അപ്പം ഞാൻ വേഗം ചേച്ചിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കട്ടെ ചെയ്തത്. പിന്നെ അതേ ഒരുവിധം എല്ലാവരും ഉച്ചയോട് കൂടി എത്തിയിരിക്കുന്നു. ഇതൊക്കെ പട്ടാമ്പിത്തെ ഓഫീസിലെ വിൻഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണെന്ന് കേട്ടോ. അപ്പോൾ കുറേ പേര് മുഖം പൊത്തുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അറിയില്ല, നാണം കാരണം തോന്നുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തേക്കിടന്ന് പാറു കേട്ടോ. ഞാൻ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ റെഡിയാക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ പാറുവിനോട് ഞാൻ എല്ലാവരെയും ഒന്ന് പോയിട്ട് കവർ ചെയ്തെടുത്തോ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പോയിട്ട് എല്ലാവരെയും എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് കവർ ചെയ്തെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വ്ളോഗ്. പിന്നെ ഇത് കിഷോറേട്ടനും നമ്മുടെ പാറുവിൻ്റെ ഹസ്ബൻഡും ആട്ടോ വരുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉച്ചത്തെ ഫുഡ് കഴിക്കുന്ന ടൈമിലാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഫുഡ് എന്തായാലും എല്ലാവർക്കും വിടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേജു ആണെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കാൻ പോയപ്പോൾ തൊട്ട് തുടങ്ങിയതാട്ടോ അവൻ എല്ലാവരുമായിട്ട് കമ്പനി ആവില്ല. മറ്റേത് അവന് പുറമെന്ന് ആൾക്കാരെ കണ്ടാൽ ഭയങ്കര നാണാടുന്നു, ആരോടും മിണ്ടില്ല, അകത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്യാറ്. ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഭയങ്കര സെറ്റായിട്ടോ. പിന്നെ ഞങ്ങൾ വേഗത അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാതും ബേസണിലേക്ക് മാറ്റി എല്ലാതും നമ്മൾ ഓരോന്ന് മേശാമ കൊണ്ടുവയ്ക്കാന്നുള്ള രീതിയിൽ വലിയ പാത്രത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് ചെമ്പിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞു പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട്
കൊടുത്തു തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതായിരുന്നു റൈസ്. അത്യാവശ്യം നമ്മൾ 5 കിലോയോ അങ്ങനെ എന്തോ കണക്കായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കണക്കൊക്കെ അറിയില്ല, എത്ര 40-45 പേർക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇങ്ങനെ എത്ര കിലോ കണക്ക് 5 കിലോ ഒന്നും കണ്ടോ കണക്ക് പറയണേ ഞാൻ കേട്ടു വിൻചേട്ടൻ. അപ്പം അങ്ങനെയായിരുന്നു ഫുഡ് പറഞ്ഞത്. വിൻചേട്ടൻ പിന്നിൽ വന്നെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, സൈഡിൽ നിന്ന് എടുക്ക്, കുത്തി ഇളക്കരുത്, ഒരു സൈഡിൽ നിന്ന് മാത്രം എടുത്തോ അല്ലെങ്കിൽ കേടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോ അഡ്വൈസ് തരുന്നുണ്ട് കേട്ടോ. അപ്പം അത് കേട്ടിട്ടാണ് ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു. ശരിയാണ്, നമുക്ക് രാത്രിക്കൊക്കെ നാശാവില്ലേ മൊത്തം കുത്തി ഇളക്കി. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് തന്നെ പതുക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പാറുവിൻ്റെ പാപ്പനാണ് കേട്ടോ, കണ്ടാ തോന്നിയില്ലെങ്കിലും പാറുവിൻ്റെ പാപ്പനാണിത്. ഇവരെത്തുമ്പോ തന്നെ 2 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ല വിശന്നിട്ട് തോന്നുന്നവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. സംഭവം ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, റൈസ് ആയാലും ഇതും ഗ്രേവിയും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കഴിക്കുമ്പോൾ അച്ഛൻ അയ്യോ വലിയ പീസാണ്, അച്ഛൻ ഇങ്ങനെ കുഞ്ഞി പീസോളം ഇഷ്ടം, ഭയങ്കര വലിയ പീസായിരുന്നു. നമ്മളിങ്ങനെ പറഞ്ഞ് ചീച്ചതായിരുന്നു കേട്ടോ അത്. അങ്ങനെ അതായത് നമ്മൾ ഫുഡ് സെർവ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ പേരുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടേബിളിൽ നമുക്ക് ഇത്ര സ്പേസ് ഉള്ളു. അപ്പോൾ കുറേ നിലത്തിരിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ടു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ, നമുക്കങ്ങനെ കുറച്ച് പേരായിട്ട് കഴിക്കാം, ഇനി ഒരുപാട് പേര് വരാണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇപ്പം കഴിക്കായിരുന്നു. അവസാനം ഒരു കസേരയിൽ 3 ആൾ വരെ വെച്ചിട്ടൊക്കെ ആയിട്ട് ഇരുന്നിടുന്നത്. പിന്നെ നമ്മളിത് വെള്ളവും കാര്യങ്ങളും അവർക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു കാര്യം മാത്രം അവരുടെ അടുത്ത് ചോദിക്കാൻ മറന്നു, ഫുഡ് എങ്ങനെ ഉണ്ട്. നല്ല ക്ലോസപ്പിൽ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ അച്ഛനും ആദർശം കൂടിയിട്ട് മാമന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയിട്ട് ഇതേ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്, ഇവർക്ക് ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ചു തുടങ്ങി, വായോ ഫുഡ് കഴിക്കാതെ എല്ലാവരും വന്നു കഴിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ 2 പേരും വന്നു. ഓരോ സ്ഥലം 2 ആളായിരിക്കും. പിന്നെ നമ്മൾ സുധി ചേച്ചിനെ വിളിച്ചിട്ട് നോണുണ്ട് തരട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. ഒരു ചില ദിവസങ്ങളിൽ വീട്ടിൽ കയറ്റാറില്ലേ, അപ്പോൾ അങ്ങനെ തരട്ടെ കഴിക്കില്ല ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ കൊടുത്തു കേട്ടോ. പിന്നെ അതേ ഇവർ എല്ലാവരും കൂടി ബജാജിൽ എല്ലാവരും കൂടിയിട്ട് ഇതേ ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ തേജും പോയിരിക്കുന്നുണ്ട്. എടുത്ത ഫോട്ടോസിലൊക്കെ തേജ് ഓരോ ഗോഷ്ടി കാട്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞി ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും പോവാൻ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും പോയി. പാറുവിൻ്റെ ഹസ്ബൻഡ് പോയിട്ടോ. അപ്പോൾ അവർ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരം കിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പിന്നെ ഇതാണ് കേട്ടോ വിൻഷേട്ടൻ്റെ പൂരം കോസ്റ്റ്യൂം. സംഭവം നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഷേട്ടൻ ഇതെല്ലാവരും പോയി ഒന്ന് കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് തോന്നുന്നു. അങ്ങനെ വിൻഷേട്ടൻ ഡ്രസ്സ് ഇട്ട് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ട് സൈസൊക്കെ ഓക്കെ ആണോ എന്ന് അറിയാം. അപ്പോൾ ഞാൻ വേഗം അവിടെയൊക്കെ ക്ലീൻ ആക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത് വീഡിയോ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എടുത്തിട്ടില്ല തോന്നുന്നു. ഞങ്ങൾ കഴിക്കാനൊന്നും ഇരുന്നത് ഞാനും അച്ഛനും ആദർശ് അങ്ങനെ വിൻഷേട്ടൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണാം. അതിനതേ ഫുള്ള് ക്ലീൻ ആക്കുകയാണ് ഞാൻ. വേഗം മേശയും എല്ലോടും ക്ലീൻ ആക്കി പിന്നെ അടിച്ചൊരു തുടച്ചു, അങ്ങനെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ കിടന്നത്. അങ്ങനെ വാഷ് ബേസും അവിടെയൊക്കെ ഞാനൊന്ന് കഴുകിയിട്ടൊന്നും ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ അടിച്ചോരണതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. വേറെ ഒന്നല്ല, പാറു അവിടേക്ക് നടന്ന് വീഡിയോ എടുത്തരുന്ന ആൾ മറ്റേത് ട്രൈപോഡ് യൂസ് ചെയ്തിട്ടല്ല. അപ്പം ഞാൻ അവളോട് എന്നൊക്കെ ഇടുന്നോ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഫോൺ നേരെ ചാർജ് ചെയ്യാൻ വെക്കാട്ടോ ചെയ്തത്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് വൈകുന്നേരം ഏകദേശം ഒരു 3 മണി 3:30 ആകുമ്പോഴാണ് തോന്നുന്നു നമ്മുടെ സുജിലിയും ജിഷ്ണുവേട്ടനും വന്നിട്ട് പുതിയ സ്കൂട്ടി മിക്കേട്ട വന്നേക്കുന്നത്.
വന്നേക്കണത്. അവർ രണ്ടുപേരും കൂടി വന്നത്. അപ്പോൾ സുജിലോട് ഞാൻ രാവിലെ വരാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവൾ എന്തോ അരണി ഹോസ്പിറ്റലിൽ കാട്ടാൻ വേണ്ടി ഒപ്പം കൂടെ പോയിക്കാടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉച്ച കഴിഞ്ഞിട്ട് തോന്നുന്നു അവർ നേരെ രണ്ടാളും കൂടിയിട്ട് ഇതേ വന്നൂട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇനി ഇവർ രണ്ടാളും ഒരുമിച്ച് വരാനുള്ള പ്ലാനാണ്. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടാ. ഇതുപോലെ ഫോൺ ചാർജ് ചെയ്യാനോ അങ്ങനെ എന്തിനോ വെച്ചു. ഇതിന്റെ ഇടയിൽ അച്ഛനും ആദർശും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇരുട്ടാവണയൊക്കെ മുന്നേ പോവാന്ന് പറഞ്ഞു. പൂരം കാണാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ആദർശും കൂടിയിട്ട് പോയി. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ. പിന്നെ അതെ ഞാൻ ഡ്രസ്സ് മാറി. അപ്പൊ എന്റെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ മനോജേട്ടന്റെ സ്കൂട്ടി വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനും പാറും കൂടിയിട്ട് ഈ സ്കൂട്ടിയിൽ പോവാം. വിൻഷേട്ടൻ ഓൾറെഡി മുന്നേ പോയി. അതാണ് എനിക്ക് കുറെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, മിസ്സായിട്ടാ. ഞാൻ പിന്നെ നമ്മൾ പോണത് തൊട്ടിട്ട് പിന്നെ എടുത്തിട്ടുള്ളൂ. ഇതിന്റെ ഇടയിലുള്ള കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ജിഷ്ണുട്ട ഐസ്ക്രീം വാങ്ങിത്തരാന്ന് പറഞ്ഞപ്പോൾ തേജ് വേഗം ജിഷ്ണുട്ടൻ്റെ വണ്ടിയുമ്പോൾ കയറി. ഞാനും നമ്മുടെ പാറും കൂടിയിട്ട് ഇതിൽ പോവാട്ടോ ചെയ്തത്. പാറു ആണെങ്കിൽ ഇതേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും സുജിലിയും കുറച്ച് ഹെവി ആയിട്ട് നല്ല അടിപൊളി ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഞാൻ ജസ്റ്റ് പാറുവിന് എൻ്റെ ഒരു ഡ്രസ്സ് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പൂരത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഡ്രസ്സായിട്ടാണ് പാറു ഇട്ടേക്കണത്. പാറുവിന് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇട്ടപ്പോൾ. പിന്നെ ഇതേ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പൂരത്തിൻ്റെ തിരക്ക് അറിയാലോ, നമുക്ക് ഇങ്ങനെ തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും, ഫ്രണ്ടിൽ കൊട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ വട്ടക്കാലായ എന്ന് പറയണ അവിടെയായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുക ഇവരുടെ സെറ്റ്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് പോയി. അതായത് വിൻഷാന്റെ വീട്ടിലേക്ക് പോണ വഴിയില്ലേ, അതും കൂടെ ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഞങ്ങൾ കയറുകയാട്ടോ ചെയ്തത്. ഇപ്രാവശ്യം ഞാനിത് ഇവരുടെ സെറ്റ് തുടങ്ങിയില്ലേ അവിടേക്കാട്ടോ പോയത്. മറ്റേത് മുന്നേന്നൊക്കെ പറയുമ്പോൾ വിൻഷാട്ടിനൊക്കെ ആയിരുന്നു ഇവിടെ സ്റ്റാർട്ടിങ്ങിന്റെ അവിടേക്ക് പോവുക. ഞങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിന്റെ അവിടെ ബിൽഡിങ്ങിന്റെ അവിടെ കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ എവിടെയൊക്കെ നിൽക്കാട്ടെ ചെയ്യാറ്. അപ്പോൾ ഇത് പൂരം കൂട്ടി വരുമ്പോൾ വിൻഷാട്ടൻ പറഞ്ഞു നേരെ അങ്ങോട്ട് പോരെ, നമ്മുടെ സെറ്റ് ഇറങ്ങണോടത്തേക്ക് പോരേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ചെന്നു. അവിടെ നമ്മൾ ഈ കൊട്ടുകാരുടെ ഒപ്പം സെറ്റിന്റെ ഒപ്പാട്ടാണ് നടന്നത്. അത് ഞങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിലാട്ടാ വണ്ടി കൊടുന്ന് പാർക്ക് ചെയ്തത്. ഈ ഗ്രൗണ്ട് വിൻഷേട്ടൻ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് അത്ര കളിച്ചിടുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതായിരുന്നു എന്റെ ഡ്രസ്സ് കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സായിരുന്നു ഞാൻ എടുത്തത്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഞാൻ എടുത്തില്ല, കാരണം എനിക്കൊരു കൊളാബിന്റെ ഒരു ഡ്രസ്സ് ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ബ്ലാക്ക് എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് അപ്പൊ ഈ ഒരു കളർ എൻ്റെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടോ ഡ്രസ്സ്. നല്ല സുഖം ഉണ്ടായിരുന്നു ഇടാനൊക്കെ. പിന്നെ ഞങ്ങളിതേ വർത്താനം പറഞ്ഞിട്ട് എല്ലാവരും ഇതേ ഇങ്ങനെ റോട്ടിക്ക് കയറി. അപ്പോൾ ഇതേ വരുന്നു നമ്മുടെ വിൻഷേട്ടൻ കൊട്ടിൻ്റെ ഒപ്പം ഇങ്ങനെ വരുന്നുണ്ട്. തേജു ആണെങ്കിൽ ഓടിച്ചെന്ന് കൈ പിടിച്ചു. പിന്നെ അവന് കണ്ണട വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണട ഓടിച്ചെന്ന് എടുത്തുട്ടോ. ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണട. അങ്ങനെ ദേ സ്റ്റാർട്ടിങ് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നു. ഇത് എഴുന്നള്ളിപ്പ് എന്താ പറയുക, ഇപ്പം ഇതിനെ ഒരു സെറ്റ് നിന്ന് ഇവരിങ്ങനെ കൊണ്ടുവരില്ലേ, അങ്ങനെ അമ്പലത്തേക്ക് കയറ്റല്ലേ ചെയ്യുക കൊട്ടും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കണുള്ളൂ, പരിപാടി പോകണുള്ളൂ കേട്ടാ. പിന്നെ തേജുവിനെ ദേ ജിഷ്ണുട്ടൻ, നമ്മുടെ ജിഷ്ണുട്ടൻ മറ്റേ തലയുടെ പെരടീമേന്നൊക്കെ പറയില്ല, അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. എനിക്ക് ഒന്നും അറിയിട്ട് വന്നിട്ടില്ല കേട്ടോ തേജുവിന്റെ കാര്യങ്ങളൊന്നും. ഞാനിതേ പൂരം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ വിൻഷേട്ടനാട്ടോ അവിടെ നിന്ന് ചാടുന്നത്. ചാട് മീൻസ് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ആള്. അങ്ങനെ ഇതേ റോട്ടിൽ നിന്ന് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ പൂരം. അത് അമ്പലത്തിന്റെ നടയുടെ അവിടെ നടക്കി നേരെ നിന്നിട്ടുള്ള മുറ്റത്ത് നിന്നിട്ടാട്ടോ ഇപ്പോൾ കൊട്ടണത്. പിന്നെ അങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട്, റൗണ്ട് മീൻസ് ആ സൈഡിൽ കൂടെ അങ്ങനെ പോയിട്ട് നേരെ പാടത്തേക്ക് അങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. അങ്ങനെ ഓരോ സെറ്റും ഈ നടയുടെ അവിടെ വന്ന് ഇങ്ങനെ കൊട്ടി പോവും. അപ്പോൾ ഒന്നോ രണ്ടോ സെറ്റ് ഇറങ്ങിയിട്ട് തോന്നുന്നു കേട്ടോ. പിന്നത്തെ സെറ്റാണ് നമ്മുടെ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണേ.
കഴിഞ്ഞ പൂരത്തിനൊക്കെ തേജുവിനും കോസ്റ്റ്യൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ പൂരത്തിന് കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല, വലിയവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോസ്റ്റ്യൂമിന് ഓൾറെഡി നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കാന്ന് വിചാരിച്ചിട്ട് കുറവില്ല അത്ര. വലിയവരുടെയും കുട്ടികളുടെ ഒക്കെ ഒരേ സെയിം റേറ്റാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കുട്ടികൾക്ക് ഒഴിവാക്കിയതാട്ടോ. കുട്ടികൾക്കൊക്കെ ബ്ലാക്ക്, എല്ലാവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ബ്ലാക്ക് എടുക്കാൻ നിന്നില്ല, ഞാൻ പിന്നെ വയലറ്റൊക്കെ ആയിട്ട് എടുത്തത്. എന്തായാലും കോസ്റ്റ്യൂം സൂപ്പറാണെന്ന് കേട്ടോ. നല്ല മെറ്റീരിയലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാതും ഇതേ ഈ അമ്പലത്തിൻ്റെ ബാക്കിലെ പാടം കണ്ടില്ല, ഇവിടേക്ക് ഇറക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതേ ഇവിടേക്ക് എല്ലാതും ഒരു സെറ്റ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അതേ കാവടിയും ഇതൊക്കെ ആടുന്നുണ്ട്. പിന്നത്തെ സെറ്റ് നമ്മുടെ ഈ ഒരു സെറ്റായിരുന്നു കേട്ടോ, വിൻഷാട്ടിൻ്റെയൊക്കെ സെറ്റായിരുന്നു. അവരും ഇതേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വേഗം നിന്ന് ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ ഇങ്ങനെ ബാല ഉണ്ട് കേട്ടോ. അവിടെ ബാല തന്നെയല്ലേ പറയുക, സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നാടകമല്ല കേട്ടോ, മറ്റേ സംഭവമല്ല അത്. അപ്പോൾ അതിന് ഇതേ കസാരകളൊക്കെ സൈഡിൽ കുറേ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം കസാരയൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല, ഈ ഒരു അരിക്കിൽ പോയിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റാത്തതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുക ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് വിൻഷാട്ടിൻ്റെ സെറ്റിൻ്റെ അവിടേക്കോ എവിടേക്കും പോയില്ല, അവിടെ ഇരുന്നു. കാരണം അത്രയും ക്ഷീണമായി, അത്രയും നടന്നുല്ലോ. അപ്പോൾ തണ്ടിലൊക്കെ വേദനിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പിന്നെ തേജുവിന് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ജിഷ്ണായിട്ട് എങ്ങനെയാണ് അവൻ എത്ര നേരം എടുത്ത് നടന്നത്. പിന്നെ തേജുവിനെ നമ്മൾ മടിയിൽ വെച്ചു, പിന്നെ ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ വിറ്റുണ്ടായിട്ടോ. മറ്റേ കരിങ്കാളി കെട്ടിയവരുണ്ടാവില്ല, അതൊന്ന് സുജിലയുടെ ഫ്രണ്ടായിരുന്നു കെട്ടിയ ആൾ കേട്ടോ. അപ്പോൾ തേജു ഇതേ പേടിച്ചിട്ട് എൻ്റെ മടിയിൽ കയറിയിരുന്നു കരിങ്കാളീനെ കണ്ടിട്ട്. മീൻസ് സുജിലേനെ ഫ്രണ്ടാണല്ലോ. അപ്പോൾ ആൾ വേഷം കെട്ടിട്ടാണ് നിൽക്കണമെങ്കിലും കൂടിയിട്ട് നമുക്ക് ആളെ കണ്ട് തിരിച്ചറിയില്ലല്ലോ ആരാ ഫ്രണ്ടാണോന്നൊന്നും. അപ്പോൾ ആൾ സുജിലേനെ ഇങ്ങനെ കൈ കൊണ്ട് വിളിച്ചു പിന്നാലെ വന്നിട്ട് ഇവർ പേടിച്ചു. അങ്ങനെ വേഷം കെട്ടിയിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണില്ലേ, കുട്ടികളെ തന്നെ പിടിക്കാൻ വരിക, തല്ലാൻ വരിക, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ. ഞങ്ങൾ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചു. എനിക്ക് അത്രയ്ക്ക് പേടിക്കിട്ട് അതില്ല. സുജിയിലേക്ക് ഉറക്കെ ചീറി കറണ്ടി ഉറക്കം ഓളിടുക ചെയ്തത്. സുജിലി ഇപ്പോൾ ആർക്ക് ഓടി കിടന്നു ആൾ വരുമ്പോൾ. സംഭവം ഇത് ഫ്രണ്ടാണ് ഇത്രേ, സുജിലേനെ വന്ന് വിളിച്ചതാണ്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ പോണ നേരത്താണ് ആ പയ്യൻ വന്നിട്ട് സുജിലയെ വിളിച്ചിട്ട് അടുത്തേക്ക് വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സുജിലേനെ വിളിച്ചതാണ്, ഞങ്ങളെ പേടിപ്പിച്ചതല്ലാതെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും വിൻഷാട്ടിൻ്റെ ബാക്കി നമ്മുടെ ഉച്ചത്തേക്ക് വന്ന ഫ്രണ്ട്സൊക്കെ അവരൊക്കെ പൂരപ്പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേജുവിന് കഴുത്തിൽ ഈ മാലയില്ലേ അത് ഇടണമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നിലത്ത് കുറേ കിടക്കുന്നുണ്ടായിരുന്നു, അത് പറക്കിപ്പിക്കുകയാണ് കേട്ടോ അവന് കഴുത്തിൽ ഇടണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് എല്ലാവരും കൂടി നിന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. തൈരോ തൈരാടാ എവിടെ രേഖേച്ചി? രേഖേച്ചി വരുമ്പോ ഇങ്ങനെ വരും, ലാസ്റ്റ് വൈലന്റ് ആയിട്ടാ പോവാ. ഏട്ടൻ വരെ ലേറ്റ് ആയിട്ടാ. ആരും വിളിച്ചില്ല. എടുത്തോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാൻ നോക്കാം കേട്ടോ. കാരണം മനോജേട്ടനൊന്നും ഉച്ചയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, രേഖ ചേച്ചിക്കും ഒരു രാത്രിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനെ ഒരു പെൺകുട്ടി കൊട്ടണുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് നോക്കി നിന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ കാണണത് ഇങ്ങനെ, അതായത് പെൺകുട്ടി കൊട്ടണത് കേട്ടോ. അരങ്ങേറ്റം എന്താണാവോ. അങ്ങനെ ഇതെല്ലാവരും അതായിട്ട് കണ്ടപ്പോൾ ഒന്നും ഇങ്ങനെ നോക്കി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വണ്ടി നമ്മൾ അപ്പുറത്തെ സൈഡിലാട്ടോ പാർക്ക് ചെയ്തേക്കണത്. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ അങ്ങേ അറ്റത്ത് കൊണ്ടിട്ട് നമ്മൾ വണ്ടി വെച്ചേക്കണത്. പിന്നെ നമ്മൾ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരാട്ടോ, നമ്മളിപ്പോൾ വീട് വെച്ചില്ല അവിടെ ഉള്ളവനാട്ടവരൊക്കെ. പിന്നെ ഇതൊക്കെ വിൻഷാട്ടൻ്റെ ഇവിടെ വെള്ളടിങ്ങുന്ന് ഉള്ള ഫ്രണ്ട്സാട്ടാ, ഈ ചേട്ടനും ഇവരെല്ലാവരും ഇട്ടാ. പിന്നെ ഞങ്ങളിങ്ങനെ വിൻഷാട്ടനാട്ടെ വീഡിയോസൊക്കെ എടുക്കുന്ന ആൾ അവരെന്നെ എന്തോ പറഞ്ഞ് കളിയൊക്കെ അവരപ്പോൾ വ്ളോഗിലേക്ക് ഉള്ളതാന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ തിരിഞ്ഞ് നിൽക്കുക. അവതേ ഞങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിൻഷാട്ടനും വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ ഇവരെങ്ങോട്ടോ മുങ്ങി, ഇവരെങ്ങോട്ടാ പോയിന്ന് തപ്പിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇവരെന്തോ വെള്ളം ബൂസ്റ്റോ അങ്ങനെ എന്തോ ജ്യൂസോ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ അപ്പുറത്തെ സൈഡാണ്. ഞങ്ങളാണെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ടാണ് അവരെ തപ്പണതും. ഞാൻ വിചാരിച്ച് വല്ല വളയോ മാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോയിണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വഴിക്കാട്ടോ പോണത്. പക്ഷെ ഞങ്ങളിങ്ങനെ അങ്ങേറ്റത്തത് അവിടെ അതിൻ്റെ ചോട അവർ നിന്നിട്ട് എന്തോ ജ്യൂസ് പറയുന്നുണ്ട് കേട്ടോ. എന്ത് ഷെയ്ക്കാ കുടിച്ചു എനിക്ക് വലിയ ഓർമ്മയില്ല. റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കും നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. പക്ഷെ ഇപ്പം തിരക്ക് കുറഞ്ഞേക്കുക കേട്ടോ, അതായത് പൂരം കഴിഞ്ഞുല്ലോ. ഇവിടെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 8 മണി 8:00 കൂടി പൂരമൊക്കെ അവസാനിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജിലുള്ള പരിപാടികൾ ഉണ്ടാവുള്ളൂ. ഇതേ പോണത് ഞാനാണ് കേട്ടോ. എൻ്റെ ചുരിദാർ എങ്ങനെ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടമായതുകൊണ്ടോട്ടെ ഞാൻ ഇത്
തന്നെ എടുത്തത്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞൂല എനിക്ക് വേറൊരു ഇതേ സെയിം കളറിലൊരു ചുരിദാർ ഇഷ്ടമായിരുന്നത്. സൈസ് കൂടുതലായ കാരണമായിട്ടോ ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ സെയിം കളറിൽ XL സൈസിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. ഷേപ്പ് ആക്കാനുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടൻ്റെ അച്ഛൻ്റെ ഇടയിൽ വന്നു കേട്ടാ. അപ്പോൾ എന്താ അച്ഛൻ ചോക്കിണ്ടായിരുന്നു 9 മണിക്ക് ശേഷം പാലുണ്ട് അതിന് നിൽക്കണ്ടോ എന്നൊക്കെ ആയിട്ട് ചോക്കിണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് പിള്ളേർ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോയിട്ടാ. ഇത് നമ്മുടെ കുൽഫി ആയിരുന്നു കേട്ടാ. കുൽഫി എന്ന് ഈശ്വര പറയുക സംഭവമില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല അത് കണ്ടപ്പോൾ. തേജപ്പൻ്റെ ഇല്ല, അത് ജിഷ്ണാട്ട വാങ്ങി കൊടുത്തതാട്ടാ. പിന്നെ ഞങ്ങളൊക്കെ മറ്റേ ജ്യൂസാണെന്ന് പറഞ്ഞത്. പക്ഷെ തേജ് ജ്യൂസ് കണ്ടപ്പോൾ ഈ സാധനം അധികം കഴിച്ചില്ല. എന്നിട്ട് അത് സുജിലേക്ക് കൊടുത്തുട്ടാ. പിന്നെ ഞങ്ങളെല്ലാവരും വേഗം അതൊക്കെ കുടിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല തണുത്ത, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, എന്താ പാലും പിന്നെ എന്താ പറയുക നമ്മുടെ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല തണുത്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഷേക്ക് പോലെ, ഷേക്ക് എന്ന് പറയാൻ പറ്റില്ല, കുലുക്കി സർബത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കില്ല, അവിടെ ഉള്ള ഒരു സാധനമാണ്. എനിക്ക് ഈ സംഭവങ്ങളുടെ പേര്, ഫുഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒന്നിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എല്ലാതും പക്ഷെ ഞാനെല്ലാം കഴിച്ചിട്ടുണ്ടാവും, കഴിച്ച് നോക്കും ചെയ്യും. പക്ഷെ അതിൻ്റെ പേര് മാത്രം ഞാൻ എന്താ ചോദിച്ചാൽ അറിയില്ല. ആകെ നമ്മുടെ നോർമലിയുള്ള പൊറാട്ട, ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളുടെ പേര് എനിക്കറിയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തേജപ്പര ഓരോരുത്തർ ഓരോന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വിൻഷേട്ടൻ വാങ്ങി കൊടുത്തത് സ്ലൈറ്റിൽ ഒരിത്. അപ്പോൾ ഇവൻ നമ്മളിത് കാണാൻ നിൽക്കുമ്പോൾ തന്നെ തേജ് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് മറ്റേ കരിങ്കാളി വന്നിട്ട് വിളിച്ചത്. അപ്പോൾ തേജ് പേടിച്ചു. തേജ് കരയൊക്കെ ചെയ്തു കേട്ടോ. അവർ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ വിളിച്ചത് സുജിലേനെ വിളിച്ചതാണ് സംഭവം. പക്ഷെ തേജ് ശരിക്കും പേടിച്ചു, കുറേ നേരം കരഞ്ഞു. എന്നിട്ട് എൻ്റെ മേത്തൊക്കെ കെടുക്കായിരുന്നു. അപ്പം ഇവർ വാശി പിടിക്കാണ്ടിരിക്കാൻ പറയും, കളിപ്പാട്ടം കുറേ വേണമെന്നൊക്കെ പറഞ്ഞാൽ കരിങ്കാളി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചേക്കാം. അതുകൊണ്ട് വിൻഷേട്ടൻ വാങ്ങി കൊടുത്ത ഒരു ഗിഫ്റ്റ് മാത്രമേ കുട്ടി വാങ്ങിയുള്ളൂ. പിന്നെ ഓരോരുത്തർ വാങ്ങി കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള കരച്ചില. അവന് ഒന്നും വേണ്ട, കളിപ്പാട്ടൊന്നും എനിക്ക് വേണ്ടേ പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ തേജുവിൻ്റെ അടുത്ത് ഞാനല്ല കേട്ടോ ജിഷ്ണേട്ടനെ പറഞ്ഞു വന്നു, ഒന്നിൽ കൂടുതൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിയാൽ ഇത് വന്ന് പിടിക്കൂട്ടോ. അതുകൊണ്ട് ആര് വാങ്ങി ഇനി വേറെ വാങ്ങാനൊന്നും വാശി പിടിക്കരുത്. അങ്ങനെയല്ലേ തേജു പറഞ്ഞേ? എന്താ പറഞ്ഞു ജിഷ്ണു മാമ? ജിഷ്ണു മാമ വേറൊന്ന് മേടിച്ച പാടില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കരിങ്കാളി പിടിക്കും, വാശി പിടിക്കാണ്ട് അപ്പൊ ഇന്നലെ മേടിച്ചു. വന്നിട്ട് രേഖ ചേച്ചി ചെണ്ടയോ അങ്ങനെ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലാട്ടോ. അപ്പോൾ അത് വീട്ടിലേക്ക് എത്തി, എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ രേഖ ചേച്ചി മനോജേട്ടനായിരുന്നു ആദ്യം എത്തിയത്. അവർ മറ്റേ ലൈറ്റ് ഇട്ടപ്പോൾ നമ്മുടെ കറങ്ങണ ബൾബില്ലേ അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെന്നിട്ട് വേഗം വാതിലൊക്കെ തുറന്നു, ലൈറ്റുകളൊക്കെ ഇട്ടു. പിന്നെ എല്ലാവരും കൂടി ഇതേ ഫുഡ് കഴിക്കാൻ നോക്കണം കേട്ടോ. ഇതാ മറ്റേ കിഷോറൊക്കെ രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഇതേ എല്ലാവരും ക്ഷീണം തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, വർത്താനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ചെന്നിട്ട് വെള്ളം കലക്കിയിട്ട് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ എനിക്കറിയാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാവും. അപ്പോൾ ഞങ്ങൾ പോണൊക്കെ പോലെ ഞാനും പാറും വെള്ളമൊക്കെ കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ പൂരം കാണാൻ പോയത് കേട്ടോ. അപ്പോൾ മനോജേട്ടൻ വെള്ളം എടുത്തിട്ട് വാടി പറഞ്ഞിട്ട് എന്നെ വിടുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പണിയായിട്ട് കേട്ടോ. വിൻഷേട്ടൻ്റെ ചേട്ടനും ചേച്ചിയും ഉണ്ണിയോളും പെങ്ങളുടെ കുട്ടിയൊക്കെ കൂടി വന്നു കേട്ടോ. സമയം 11 മണി അല്ല 10 മണി 10:30 ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ബാല കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ വിൻഷേട്ടൻ പറയാം ബാല കാണാൻ നിനക്ക് ഭ്രാന്തുണ്ട്, ആകെ ബോറടിക്കും, വായോ വീട്ടിലേക്ക് വായോ, ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ചേട്ടനും ചേച്ചിയും ബാല കാണാൻ നിന്നില്ല. ഞങ്ങളുടെ കൂടെ പിന്നാലെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ചേട്ടൻ്റെ ചേട്ടനെയും ചേച്ചീനെയും ഇവർക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് കണ്ടിട്ടില്ല നേരിട്ടിട്ട്. അപ്പോൾ ഇത് അവരൊക്കെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് വിൻഷേട്ടൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ടാണ് കേട്ടോ അനൂപ്. അവനും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് എന്താ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുത് കിടന്ന് ഉറങ്ങി. രാവിലെ തൊട്ടേ പൂരത്തിൻ്റെ ഇതിൽ നടക്കണതല്ലേ, വെയിലത്തും ഇതൊക്കെ നടന്താ തോന്നുന്നു. വേഗം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോഴേക്കും ആളുറങ്ങിയിട്ടാ. പിന്നെ കുട്ടിപ്പാടാളൊക്കെ ബാക്കി 3 ഇരുന്നിട്ട് ഫോണിൽ കളിക്കട്ടോ. 3 ഞാൻ അവിടെ പിടിച്ചിരുത്തിയതാണ്. നല്ല ഓടിക്കളി, ഭയങ്കര ലാള വെച്ചിട്ടുള്ള കളി നടന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു ഒതുങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ ഗെയിം എന്തോ കളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തൊട്ടോണ്ടിരിക്കണേ
ഇതെന്താന്ന് വെച്ചാൽ മനോജേട്ടനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിച്ചതായിരുന്നുണ്ടോ. വിൻചേട്ടൻ വന്നിട്ട് സത്യം പറഞ്ഞു, മനോജേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ആവും, പെട്ടെന്ന് വിഷമാവുന്ന ഒരാളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മനോജേട്ടനെ നോക്കുന്നുണ്ട്. മനോജേട്ടനാണെങ്കിൽ ഇത്ര നേരം ഞങ്ങളെ എല്ലാവരെയും മാറി മാറി കളിയൊക്കെ തൊട്ടാ. വിൻചേട്ടൻ വന്ന് 2 ഡയലോഗ് കളിക്കപ്പോൾ മനോജേട്ടൻ ആകെ തകർന്നു പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞിട്ടിരിക്കണത്, പക്ഷെ എല്ലാവരും ഇരുന്ന് വർത്താനം പറയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മനോജേട്ടൻ എല്ലാവരെയും കളിയാക്കി തൂക്കി ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരേനെ പിടിച്ചിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടാ. സ്നേഹമുണ്ടോ? ഈ ഡിവോഴ്സ് വേണ്ട ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനവിടെ വിളമ്പാണ്, ഇവരെന്തോ ചലഞ്ച് കൊടുത്തേക്കട്ടെ വിൻചേട്ടനെ. സംഭവം ഇക്കിപ്പോഴാട്ടോ മനസ്സിലായത്. കപ്പിൾ ഡാൻസ് തോന്നുന്നു ഉദ്ദേശിച്ചത്. പാറുവിനും നമ്മുടെ വിഷ്ണുവേട്ടനും കൊടുത്ത ചലഞ്ച് ആയിരുന്നോട്ടാ. വിഷ്ണുവേട്ടൻ ഡാൻസ് ഒന്നും കളിക്കില്ല, അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളല്ലേ. അപ്പൊ വിഷ്ണുവേട്ടനോട് പാറുവിനെ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ആള് കൂട്ടാക്കിയില്ലേ തോന്നുന്നു. അപ്പൊ റിട്ടേൺ അത് വിൻഷേട്ടൻ എന്നെ കിട്ടി, എന്നെ പിടിച്ചിട്ട് കളിക്കാൻ പറഞ്ഞു തോന്നുന്നു. ഒരാള് ചിരിച്ചിട്ട് ഇവിടെ മണ്ണ് തപ്പി എന്ന് പറയില്ല, അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ വിഷ്ണുവേട്ടൻ കിടക്കുന്നത്. ഇവര് അമ്മാതിരി കോമഡി പറയണേ, നമുക്ക് ചിരി പിടിച്ചാൽ കിട്ടില്ല. അമ്മാതിരി ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കലും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചലഞ്ചാണ് ഇപ്പൊ കണ്ടത്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനവിടെ വിളമ്പ് കടന്നല്ലോ. പിന്നെ എന്നോട് പാട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ പാട്ട് വെക്കുമ്പോഴാണ്, എന്നെ പിടിച്ച് പൊക്കുമ്പോഴാണ് ഞാൻ അറിയണത് കേട്ടോ. വിൻഷേട്ടൻ്റെ അടുത്ത് ചലഞ്ച് കൊടുത്താൽ പറ്റില്ല, മുട്ടില്ല കേട്ടോ. കാരണം വിൻഷേട്ടന് ഒരു പ്രശ്നമില്ല. വിൻഷേട്ടൻ ആരെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്ത് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വിൻഷേട്ടൻ അത് ചെയ്ത് കാണിച്ചിരിക്കും. ഏതാ ഒന്നും നോക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് വിൻഷേട്ടൻ്റെ. അത് എനിക്ക് നന്നായിട്ട് അറിയാം, വിൻഷേട്ടൻ അറിയണവർക്കും അറിയാം. പക്ഷെ ഇവര് വെറുതെ എറിഞ്ഞതാ തോന്നുന്നു. വിൻഷേട്ടൻ അത് കണ്ടോ, പറഞ്ഞ പോലെ ചെയ്തു. പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല, അവർ പാറും ഇവരൊക്കെ ഒരു സെറ്റ് ഇരുന്നു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞാനും വിൻഷേട്ടനും നമ്മുടെ മനോജേട്ടനും കിഷോറും ഞങ്ങൾ 4 ആളും കൂടിയിട്ട് ഞങ്ങളുടെ അടുത്ത് കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ അതെ നമ്മുടെ ജിഷ്ണേട്ടനും നമ്മുടെ സുജിലിയും പോവാന്ന് പറയാണ് കേട്ടോ, ഇറങ്ങാൻ നിൽക്കാന്നൊക്കെ പറയാണ്. 11:30-12 മണിയാകുമ്പോഴാണ് തോന്നുന്നു. അപ്പോൾ അവർ പോവാന്ന് ഇങ്ങനെ യാത്ര പറയട്ടെ ഞങ്ങളോട്. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കണ നേരമല്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ കഴിച്ചിട്ട് ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോഴും നേരം വഴുകും, അവർക്ക് അങ്ങോട്ട് എത്തണ്ടേ. പിന്നെ ഉച്ചയ്ക്കൊക്കെ പോകുന്നതുമാണ്. പിന്നെ ഞങ്ങളുടെ ഫുഡ് അടി കഴിയണൂല്ലേ, ഞങ്ങൾ വർത്താനും കഴിക്കലും ഒക്കെ ഒരുമിച്ചാലോ. അപ്പോൾ മനോജേട്ടൻ ഓടിക്കലാണ് എനിക്ക് ചെറിയ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ലാഗാവില്ലേ. അപ്പോൾ അവർ പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ടാറ്റൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുത്തു തരുന്നത് പാറുവാണ് കേട്ടോ. പാറുവാണ് ഇന്നത്തെ ഒരുവിധം എല്ലാ വീഡിയോസൊക്കെ കവർ ചെയ്ത് തന്നേക്കണത്. പിന്നെ കുട്ടികളോട് എല്ലാവരോടൊക്കെ യാത്ര പറയുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവര് പോവാണ്. അവര് പോയിട്ട് ഞങ്ങളുടെ ഫുഡ് അടി നേരം പോലെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടാ. ഞങ്ങൾ കഴിക്കണമുണ്ട്, ഒപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ വർത്താനം പറയുന്നുണ്ട് കേട്ടാ. പിന്നെ പാറുവിനോട് വെള്ളം എടുത്ത് തരാൻ പറയാൻ തോന്നുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാവരും പോയിട്ടോ. ഇവരും പേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് പാറും നമ്മുടെ വിഷ്ണുവേട്ടനും പോവാണ് കേട്ടോ. അവരും ഇറങ്ങി പതുക്കെ. അതിന്റെ പിന്നാലെ തന്നെ ഇതേ ബാക്കിയുള്ളവരും കൂടി ഇറങ്ങുകയാണ്. അതായത് കിഷോർ ഇറങ്ങി, അതുപോലെ തന്നെ രേഖ ചേച്ചി, മനോജേട്ടൻ, നമ്മുടെ വിൻഷേട്ടന്റെ ചേട്ടൻ മണിയേട്ടൻ, പ്രിയേച്ചി, ഉണ്ണിയോൾ എല്ലാവരും ഇറങ്ങാണ് കേട്ടോ. എല്ലാവരും യാത്ര പറഞ്ഞു. ഏകദേശം 12 മണി 12:30 കൂടിയിട്ടാണ് വീട് മൊത്തം കാലിയായത് കേട്ടോ. അതുവരെ നമുക്കൊരു ലഹളയും ഭയങ്കര രസമായിരുന്നു കേട്ടോ വീട്ടില്. ഇവരൊക്കെ അങ്ങോട്ട് പടി കിടന്നപ്പോൾ ആകെ മൊത്തം ഉള്ളിൽ കയറിപ്പോൾ ഒരു മൂകത പോലെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതുവരെ ചിരിയും കളിയും വർത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലായി എന്ത് രസമാണെന്നറിയോ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും പോയിട്ടാ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കറക്റ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ. പരമാവധി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ രാവിലത്തെ ഒന്നും എനിക്ക് കവർ ചെയ്യാൻ കറക്റ്റ് പറ്റിയിട്ടില്ല. നമ്മുടെ പാറു എടുത്ത് തന്നു തുടങ്ങിയപ്പോഴാണ് കറക്റ്റ് എല്ലാം കവർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ സൺഡേ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വ്ളോഗായിട്ട് വരാം. ഷോർട്സൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.